സിന്ദൂരരേഖ ഭാഗം 113. ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഒരു കൊലയാളിയും റേപ്പിസ്റ്റും ആക്കി എൻ്റെ കരിയർ തന്നെ തകർത്തപ്പോൾ എവിടെയായിരുന്നു തൻ്റെ ഈ ന്യായം? മനു പറഞ്ഞത് കേട്ട് സിറിൽ സാർ ഒരു നിമിഷം മറുപടിയില്ലാതെ നിന്നു. അപ്പോഴേക്കും സൂര്യൻ്റെ ആളുകൾ സിറിലിൻ്റെയും കൂടെയുള്ളവരുടെയും കൈകളിൽ വിലങ്ങണിയിച്ചു കഴിഞ്ഞിരുന്നു. സൂര്യ, മനു സൂര്യന് നേരെ തിരിഞ്ഞു. ഇവന്മാരുടെ കളി ഇവിടെ തീരുവാണ്. സാനിയ എയർപോർട്ടിൽ കുടുങ്ങി. സാമുവലും അനന്തനമ്മാവനും ദേ ഇവിടെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പതാ ഈ സിറിലും വലയിലായി. ഇനി നിയമത്തിന് മുന്നിൽ ഇവന്മാരെ എങ്ങനെ പൂട്ടണമെന്ന് നിനക്കറിയാലോ. നീ പേടിക്കേണ്ട മാനവ്. കള്ളപ്പണ ഇടപാടുകൾ, ഡാറ്റ ചോർത്തൽ, അനധികൃത അവയവക്കടത്ത്, ഒന്നും പോരാഞ്ഞിട്ട് നിനക്കെതിരെ ഉണ്ടാക്കിയ വ്യാജ കേസുകൾ, ഇതിനെല്ലാം കൂടി ചേർത്ത് കഴിയുമ്പോൾ ഇവന്മാർക്ക് ഇനി അങ്ങോട്ടുള്ള ആയുസ് മുഴുവനും ജയിലിൽ കിടന്ന് നീറേണ്ടി വരും. ആരും ഒന്ന് സഹായിക്കാൻ പോലും ഉണ്ടാവില്ല. അവർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഇത്രയും നേരം ഒന്നും മിണ്ടാതെ കസേരയിൽ കെട്ടിയിട്ടിരുന്ന അനന്തനമ്മാവൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. മോനെ മനു, എന്നെ ചതിക്കല്ലേടാ. ഞാൻ നിൻ്റെ അമ്മയുടെ സ്വന്തം ചേട്ടനല്ലേ. എന്നെ പോലീസിന് വിട്ടുകൊടുക്കല്ലേ. എനിക്ക് ഭാര്യയും വിവാഹപ്രായമായ 2 പെൺമക്കളും ഉള്ളതാണ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം ഈ സിറിലിൻ്റെ ബുദ്ധിയാണ്. അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അല്ല, ഇയാൾ കള്ളം പറയുവാണ്. സാനിയയ്ക്ക് പണം അയച്ചു കൊടുക്കാൻ ഐഡിയ തന്നതും മനുവിനെതിരെ അനവധിയെ ഉപയോഗിച്ച് ആ വ്യാജ കേസ് ഉണ്ടാക്കിയതും ഈ അനന്തനാണ്. അകത്തിരിക്കുന്ന പ്രതികൾ തമ്മിൽ കുറ്റപ്പെടുത്തുന്നതും മുട്ടനാടുകളെ പോലെ തമ്മിൽ തല്ലുന്നതും കണ്ട് മനുവിൻ്റെ ചുണ്ടിൽ ഒരുതരം ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ വിചാരിച്ചതുപോലെ തന്നെ വില്ലന്മാർ പരസ്പരം പാരപണിത് ഒടുക്കം സ്വയം കുഴിതോണ്ടിരിക്കുകയാണ്. കൊള്ളാം. ഇപ്പം നിന്നെയൊക്കെ ഈ വിലങ്ങ് അഴിച്ചു നിർത്തിയാൽ എല്ലാം പരസ്പരം തമ്മിൽ തല്ലി ചാവുമല്ലോ. പിന്നെ നീ എന്താ പറഞ്ഞത്? നീ എൻ്റെ അമ്മാവനാണെന്നോ? അമ്മയുടെ ചേട്ടനാണെന്നോ? വീട്ടിലെ ഭാര്യയും 2 പെൺമക്കളും ഉണ്ടെന്നോ? ആഹാ. എല്ലാവരോടുമായി പറഞ്ഞുകൊണ്ട് മനു അനന്തന് നേരെ തിരിഞ്ഞു. ഇത്ര നേരമായിട്ടും അവൻ അയാളോടൊന്നും പറയാതെയും അയാൾക്ക് നേരെ ഒന്നും ചെയ്യാതെയും ഇരിക്കുകയായിരുന്നു. നീ ഇവരുടെയൊക്കെ കൂടി എന്നെ ചെയ്തതോ? എൻ്റെ അമ്മയോട് ചെയ്തതോ? ഭർത്താവ് മരിച്ചു പോയിട്ട് ഒറ്റയ്ക്ക് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ച എൻ്റെ അമ്മയോട് നീ കാണിച്ചതോ? അതിനൊക്കെ എന്ത് പകരം തരും നീ? ഇല്ല, പൊറുക്കില്ല ഞാൻ നിന്നോട്. നിനക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ ഇത് തന്നെയാണ്. നാട്ടിൽ വെള്ളയിട്ട് മാന്യതയുടെ മുഖംമൂടി ധരിച്ച് നടക്കുന്ന നിനക്കുള്ള ശിക്ഷ ഇത് തന്നെയാണ്. നീയും നിന്റെ കുടുംബവും അനുഭവിക്കും. അത് ഞാൻ കാണും. നിന്റെ മക്കളും ഭാര്യയും തെരുവിൽ നടന്ന് തെണ്ടും. അപ്പോഴൊക്കെ ജയിലിൽ കിടന്ന് നീ നരകിക്കും. ഇതെല്ലാം എനിക്ക് കാണണം. മനു നിർത്താതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. മുന്നിലിരിക്കുന്ന ടേബിളിൽ അവൻ ആഞ്ഞടിച്ചു. അന്നേരം അവൻ്റെ ഉള്ളിൽ ഇതുവരെ അവൻ അനുഭവിച്ച, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക സമ്മർദ്ദം ഒന്നാകെ തിളച്ചു മറിയുകയായിരുന്നു. കൊണ്ടുപോയിക്കോ സൂര്യവന്മാരെ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ വല്ല കൊന്നുകളയും. അവരിൽ നിന്ന് മുഖം തിരിച്ച് വല്ലാത്തൊരു ഭാവത്തോടെയായിരുന്നു മനു അത് പറഞ്ഞത്. സൂര്യൻ്റെ ഓർഡർ അനുസരിച്ച് പോലീസ് ഫോഴ്സ് സിറിൽ സാറിനെയും സാമുവലിനെയും അനന്തനമ്മാവനെയും വണ്ടിയിലേക്ക് കയറ്റി. ഗോഡൗൺ പതിയെ വിജനമായി മാറി. എന്നാൽ എല്ലാവരും പോയി കഴിഞ്ഞിട്ടും മനു അവിടെ തന്നെ നിന്നു. അവൻ ആ ഇരുട്ടിലേക്ക് നോക്കി ആഴത്തിലൊന്ന് ശ്വാസമെടുത്തു. തൻ്റെ ജീവിതം തകർക്കാൻ ശ്രമിച്ച പ്രധാന ശത്രുക്കളെയെല്ലാം അവൻ നിയമത്തിന് മുന്നിൽ എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ അവൻ്റെ ഉള്ളിലെ പക അപ്പോഴും അടങ്ങിയിരുന്നില്ല. അവൻ പോക്കറ്റിൽ നിന്നും തൻ്റെ ഫോൺ എടുത്തു. സ്ക്രീനിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു നമ്പറിലേക്ക് അവൻ വിരലമർത്തി. അത് മറ്റാരുടേതും ആയിരുന്നില്ല, അനവദ്യ. മനു പല്ല് കടിച്ചുകൊണ്ട് ആ പേര് പതുക്കി ഉച്ചരിച്ചു. സിറിലിൻ്റെയും അമ്മാവിൻ്റെയും അധ്യായം കഴിഞ്ഞു. ഇനി അടുത്തത് നിന്റെ ഊഴമാണ്. എന്നെ ഉപദ്രവിച്ചത് ഞാൻ ക്ഷമിക്കും. പക്ഷേ നീ ഇല്ലാതാക്കിയത് എൻ്റെ കുഞ്ഞിനെയാണ്. അതൊരിക്കലും ഞാൻ ക്ഷമിച്ചു തരില്ല. ഗോഡൗണിൻ്റെ ആ വിജനതയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടപ്പോഴാണ് മനു ആ ഇരുട്ടിൽ നിന്നും കണ്ണുകൾ മാറ്റിയത്. സിറിലും സാമുവലും അനന്തനെയും ഒക്കെ പോലീസിൻ്റെ ജീപ്പ് അഴിക്കുള്ളിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. തൻ്റെ ജീവിതം തകർത്ത, കരിയർ ഇല്ലാതാക്കിയ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയ ആ 3 പേരെയും നിയമത്തിന് മുന്നിൽ എത്തിച്ചിട്ടും മനുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. ആ ഫോൺ സ്ക്രീനിലെ അനവദ്യ എന്ന പേര് അവൻ്റെ ഉള്ളിൽ വീണ്ടും ഉറവ് പറ്റാത്തതുപോലെ ചോര പിടിച്ചുകൊണ്ടിരുന്നു. ഫോൺ പോക്കറ്റിലേക്കിട്ട് കാറ്റിൽ പറക്കുന്ന തൻ്റെ നീണ്ട മുടികൾ കൈകൊണ്ടൊതുക്കി മനു ബൈക്കിനടുത്തേക്ക് നടന്നു. ഈ പുലർച്ചെ അവൻ ഒരിടം വരെ പോയേ തീരൂ, തൻ്റെ പ്രാണനരികിലേക്ക്. അതേസമയം വീട്ടിലെ ആ വലിയ മുറിയിൽ സംസ്കൃതി ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലെത്തിയെങ്കിലും അവളുടെ മനസ്സിൽ ഇപ്പോഴും ആ പെൺകുട്ടിയുടെ ഫോൺ കോളും നഷ്ടപ്പെട്ടു പോയ തൻ്റെ കുഞ്ഞിൻ്റെ ഓർമ്മകളുമായിരുന്നു. പോരാത്തതിന് മനു അടുത്തില്ല എന്ന വിരഹവും. ഉണ്ണി വന്ന് മനു ദേവനിലയത്തിലുണ്ട് എന്നുറപ്പ് പറഞ്ഞിട്ടും അവളുടെ മനസ്സിൽ സമാധാനമില്ലായിരുന്നു. അച്ഛന് വയ്യാതിരിക്കുന്നത് കൊണ്ട് അമ്മാളുവിൻ്റെ അമ്മ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഉറക്കം വരാത്ത ആ കണ്ണുകളിൽ കണ്ണുനീർ വറ്റിക്കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് വീടിൻ്റെ മുന്നിൽ ഒരു ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടത്. മനു ആണെന്ന് കണ്ടതും വേഗത്തിൽ എഴുന്നേറ്റ് അവൾ താഴേക്ക് നടന്നു. അവിടെ വന്ന് നോക്കുമ്പോൾ ഹാളിൻ്റെ വലിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന മനുവിനെ കണ്ടതും അവൾ ഒരു നിമിഷം അവിടെ തന്നെ തറഞ്ഞു നിന്നുപോയി.
മനുവിൻ്റെ വസ്ത്രങ്ങളെല്ലാം അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണുകൾ ചുവന്നു തുടുത്തിരിക്കുന്നു. മുഖത്ത് ഇതുവരെ അവൾ കാണാത്ത തരത്തിലുള്ള ഒരു കാഠിന്യവും ഭയപ്പെടുത്തുന്ന ശാന്തതയും ഉണ്ടായിരുന്നു. അവൾക്ക് ഒന്നുറപ്പായിരുന്നു, മനു എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അക്കാര്യം അവൻ്റെ രൂപത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അവളൊന്നും ചോദിച്ചില്ല. ചോദിക്കാൻ അവൾക്ക് ഭയമായിരുന്നു. അതിലുപരി അവനെ അത്രമേൽ വിശ്വാസവുമായിരുന്നു. മനു പതുക്കെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ വിളറിയ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ ഉള്ളിലെ ആ കല്ലിച്ച ഭാരമെല്ലാം അലിഞ്ഞുപോയി. അവനൊന്നും മിണ്ടാതെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ആ നെഞ്ചിൻ്റെ ചൂടിലേക്ക് വീണതും സംസ്കൃതിയുടെ നിയന്ത്രണം വിട്ടു. അവൾ മനുവിൻ്റെ ഷർട്ടിൽ കൈകൾ മുറുക്കി വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മു. മനു അവളുടെ തലയിൽ പതുക്കെ തലോടി. നേർമയായി പ്രണയം കലർന്ന ശബ്ദത്തിൽ അവളെ വിളിച്ചു. കരയരുത്, ഇനി ഒന്നിനും വേണ്ടി കരയരുത്. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ അവനെ നോക്കി കണ്ണുനീര് തുടച്ചു. അപ്പോഴേക്കും ഉണ്ണിയും അമ്മയും അങ്ങോട്ട് വന്നിരുന്നു. വണ്ടിയുടെ ശബ്ദം കേട്ട് ഉണർന്നു വന്നതാകണം. ഉണ്ണിയുടെ മുഖത്ത് ആകെ ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു. ഗോഡൌണിൽ വെച്ച് താൻ കണ്ട കാര്യങ്ങൾ അമ്മയോടെങ്ങനെ പറയണം എന്നറിയാതെ അവൻ തല പുകയ്ക്കുകയായിരുന്നു. അമ്മേ, ഉണ്ണി, അമ്മു, എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. മനുവിൻ്റെ ഗൗരവമേറിയ ശബ്ദം കേട്ടതും അമ്മ അവനെ അത്ഭുതത്തോടെ നോക്കി. ആരും മിണ്ടിയില്ല. മുറിയിലെ ആ നിശബ്ദത എല്ലാവരിലും ഒരു വല്ലാത്ത ശ്വാസം മുട്ടൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സംസ്കൃതി മനുവിൻ്റെ കൈകളിൽ ചുറ്റിപ്പിടിച്ച് ഒരു വശത്തായി നിന്നു. അമ്മ മനുവിൻ്റെ മുഖത്തേക്ക് നോക്കി. മനു, എന്താടാ ഇത്? എവിടെയായിരുന്നു നീ? നിന്റെ മുഖമൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അമ്മ ഉള്ളിൽ അവനെ കണ്ടതിലുള്ള ആശ്വാസം ഉണ്ടെങ്കിൽ പോലും ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. മനു അമ്മയെ ഒന്ന് നോക്കി. അവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ 2 കൈകളും തൻ്റെ കൈക്കുള്ളിലാക്കി. അമ്മേ, അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ഞങ്ങളെ 2 പേരെയും ഈ നിലയിലെത്തിക്കാൻ അമ്മ അനുഭവിച്ച സങ്കടങ്ങൾ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അമ്മയുടെ വീട്ടുകാർ പ്രണയവിവാഹത്തിൻ്റെ പേരിൽ നമ്മളെ മാറ്റി നിർത്തിയപ്പോഴും അച്ഛൻ്റെ തണലില്ലാതെ ഞങ്ങളെ വളർത്താൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഇനിയും അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മനസ്സ് വേദനിച്ചാൽ നോവുന്നത് ഞങ്ങൾക്കാണ്. എങ്കിലും ഇതമ്മ അറിയുക തന്നെ വേണം. മനു അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടതും അമ്മയുടെ മുഖം മാറി. എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നമ്മയ്ക്ക് മനസ്സിലായി. എൻ്റെ പേരിലുണ്ടായ കേസും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയ നാണക്കേട് മറക്കാനാവില്ല. അവൻ വീണ്ടും പറയുന്നത് കേട്ടതും അമ്മ മുഖം കുനിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട അധ്യായം. ഇത്രയും നാളും അമ്മയും ഞാനും അടക്കം നമ്മളെല്ലാവരും കരുതിയിരുന്നത് ഇതിനൊക്കെ പിന്നിൽ സിറിൽ മാത്രമാണെന്നാണല്ലോ. എങ്കിൽ അയാൾ മാത്രമല്ല. മനു, നീ നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനന്തൻ, മാണിക്കശ്ശേരി തറവാട്ടിലെ അനന്തൻ. അയാളാണ് എല്ലാത്തിനും പിന്നിൽ. സിറിലിൻ്റെ പങ്കാളി, നമ്മളെ തകർക്കാൻ മുൻപന്തിയിൽ നിന്നവൻ. അയാളുടെ പേര് കേട്ടതും ഉണ്ണി ഇക്കാര്യം നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവനിൽ വലിയ ഞെട്ടലില്ലായിരുന്നു. പക്ഷേ അമ്മാളും അമ്മയും കേട്ടതിൻ്റെ നടുക്കത്തിലായിരുന്നു. പക്ഷേ എന്തിന്? അമ്മ പതർച്ചയോടെ ചോദിച്ചു പോയി. നമ്മൾ വളരുന്നത് അയാൾക്ക് ഇഷ്ടമല്ലായിരുന്നു. സിറിൽ സാറിൻ്റെ ആ വലിയ ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഞാൻ വാങ്ങിയപ്പോൾ സിറിലിനും മക്കൾക്കും എന്നോട് വലിയ പകയായിരുന്നു. ആ പക മുതലെടുത്ത് സിറിലിൻ്റെ കൂടെ കൂടി എനിക്കെതിരെ ആ വലിയ കെണിയൊരുക്കിയത് എൻ്റെ സ്വന്തം അമ്മാവൻ തന്നെയാണ്. എന്നെ മാനസികമായി തകർക്കാൻ വേണ്ടി അനവധി എന്ന പെൺകുട്ടിയെ കാശ് കൊടുത്തിറക്കി. എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തു. അതൊക്കെ ഇതേ അനന്തരമ്മാവൻ തന്നെയാണ്. മനു പറഞ്ഞു നിർത്തിയതും ആ മുറിയിൽ ഒരു വല്ലാത്ത ശൂന്യത പടർന്നു. അമ്മ വിശ്വസിക്കാൻ കഴിയാതെ നെഞ്ചിൽ കൈവച്ച് കട്ടിലിലേക്ക് ഇരുന്നു പോയി. തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ തൻ്റെ മക്കളുടെ ജീവിതം തകർക്കാൻ വില്ലന്മാർക്ക് കൂട്ടുനിന്നു എന്നത് ആ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. എത്രയൊക്കെ ആയാലും സ്വന്തം ചേട്ടനല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാനാവുമോ? സംസ്കൃതിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകി. തങ്ങളെ ഇത്രയും കാലം വേട്ടയാടിയ ഇരുട്ടിന് പിന്നിൽ സ്വന്തം കുടുംബത്തിലൊരാളായിരുന്നു എന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടന്മാരാണെന്നറിയാം. എങ്കിലും ഇതുപോലൊരു ക്രൂരത കാണിക്കാൻ മാത്രം എന്ത് ദ്രോഹമാണ് അവർക്ക് ചെയ്തത്? ഇപ്പോൾ അയാൾ എവിടെയാ മനു? അമ്മ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു. അയാളും സിറിലും മകൻ സാമുവലും ഒക്കെ ഇപ്പോൾ സൂര്യൻ്റെ കസ്റ്റഡിയിലാണമ്മേ. സാനിയ, അയാളുടെ മകള്. ഇന്നലെ രാവിലെ അവളെ എയർപോർട്ടിൽ വെച്ച് അറസ്റ്റിലാക്കി. നിയമത്തിന് മുന്നിൽ അവന്മാരുടെയൊക്കെ ആയുസ് ഒടുങ്ങിക്കഴിഞ്ഞു. മാന്യതയുടെ മുഖംമൂടി അഴിഞ്ഞു വീണ അനന്തനമ്മാവിൻ്റെ കുടുംബം ഇനി തെരുവിൽ തെണ്ടുന്നത് ഞാൻ കാണും. അത് അയാൾക്കുള്ള ശിക്ഷയാണ്. മുറിയിൽ വീണ്ടും നിശബ്ദത പടർന്നു. അമ്മയുടെ മുഖത്തെ സങ്കടം പതുക്കെ മാറി അവിടെ ഒരു അമ്മയുടെ ക്രോധം നിറയാൻ തുടങ്ങി. അവൻ ഇനി എൻ്റെ ചോരയല്ല. ശ്രീയമ്മ പല്ല് കടിച്ചുകൊണ്ട് എഴുന്നേറ്റു. എൻ്റെ മകൻ്റെ ജീവിതം തകർത്തവനെ ഞാനിനി ഏട്ടനെന്ന് വിളിക്കില്ല. അവനെ ജയിലിനുള്ളിലിട്ട് നരകിപ്പിക്കണം മനു. അതിന് നീ എന്തു വേണമെങ്കിലും ചെയ്തോ. അമ്മ നിൻ്റെ കൂടെയുണ്ട്.
അമ്മയുടെ ആ മറുപടി മനുവിനെ നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. അത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ക്രൂരതയോടെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നെക്സ്റ്റ് വീഡിയോ വിൽ ബി അറ്റ് ടുമോറോ 7 PM. ബൈ.